ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എല്ലാവർക്കും സുഖം തന്നെയല്ലേ? അപ്പം ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് ഒരു സ്പെഷ്യൽ വ്ളോഗുമായിട്ടാണ്. അപ്പം നിങ്ങളോർക്കും എൻ്റെ വ്ളോഗ് സ്പെഷ്യലാകാൻ കാരണം എന്താണെന്ന്. അതൊന്നും കൊണ്ടല്ല ഗൈസ്, ഞാൻ നാട്ടിൽ പോവാം. ഈ ഒരു വ്ളോഗ് ഞാൻ നേരത്തെ എടുത്ത് വെച്ചതാണ്, പക്ഷേ എനിക്ക് ഇടാൻ പറ്റിയില്ല, നല്ല ഡിലേ ആയിട്ടുണ്ട്. ഞാൻ നാട്ടിൽ പോകാനുള്ള സഡൻ റീസൺ എന്ന് വെച്ചാൽ വേറെ ഒന്നും തന്നെയല്ല ഗൈസ്. അശ്വതിയൊക്കെ അല്ലേ, അത് കാരണം നാട്ടിൽ പോകണം. ഞങ്ങൾ ഒത്തിരി നാളത്തെ ആഗ്രഹമായിരുന്നു. എല്ലാ വർഷവും ഞങ്ങൾ ഇതുപോലെ തന്നെ പ്ലാൻ ഇടും, അതേപോലെ തന്നെ എല്ലാം ക്യാൻസലാവും. കാരണം എക്സാം സമയമല്ലേ, അപ്പോൾ നമുക്ക് ഇറങ്ങാൻ പറ്റില്ലല്ലോ. അത് കാരണം ഈ ഒരു വർഷമായിരുന്നു ഞങ്ങൾക്ക് വരാൻ പറ്റുന്നത്. അപ്പോൾ ഞങ്ങൾ വളരെ വളരെ എക്സൈറ്റഡ് ആയിരുന്നു. അങ്ങനെ ഞങ്ങൾ 6:30 ആയപ്പോൾ സ്റ്റേഷനിലെത്തി. ഹോട്ടലിൽ കയറിയപ്പോൾ നല്ല ഡാർക്കായിരുന്നു. വീടെത്താറായപ്പോൾ നല്ല വെളിച്ചം വന്നു ഗൈസ്. അങ്ങനെ വീട്ടിലെത്തിയപ്പോൾ ആദ്യം റിസീവ് ചെയ്ത് ഈ കുട്ടിപ്പട്ടാളത്തിൻ്റെ കയ്യിൽ നിന്നുള്ള ഗിഫ്റ്റ്സാണ്. ഞങ്ങൾക്ക് ഒത്തിരി സന്തോഷമായി ഗൈസ്. കാരണം അവർ ഓരോ ഗിഫ്റ്റ്സും ലൈക്ക് നല്ല നല്ല ഭംഗിയോടെ ഡെക്കറേഷനും അതുപോലെ തന്നെ ലെറ്റേഴ്സൊക്കെ എഴുതിയിട്ടുണ്ടായിരുന്നു. കുറേ ലെറ്റേഴ്സും കുറേ സ്റ്റിക്കേഴ്സൊക്കെ തന്നെ കൈവച്ച് വരച്ചിട്ട് ഇതുപോലെ പൂവൊക്കെ, പിന്നെ കുറേ ചോക്ലേറ്റ്സ് ഒക്കെ മേടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു ഞങ്ങൾക്ക് വേണ്ടി. അപ്പോൾ ഞങ്ങൾ വരും എന്ന് പറയുമ്പോൾ ഇവരിതൊക്കെ റെഡിയാക്കി വെക്കാറുണ്ട്. അതുപോലെ തന്നെ ഞങ്ങളും പോകുമ്പോൾ കുറച്ച് ഗിഫ്റ്റ്സൊക്കെ അവർക്കും കൊണ്ടുവരേണ്ടത്. അങ്ങനെ 4 മണിയൊക്കെ ആയപ്പോൾ ഞങ്ങൾ പറങ്ങപ്പഴം പറിക്കാൻ പോയി ഗൈസ്. എനിക്ക് ഇഷ്ടമൊന്നുമല്ല, എന്നാലും അതിൻ്റെ മണ്ടയ്ക്കിരിക്കുന്ന കാഷ്യൂസ് ഇഷ്ടമാണ്, അത് കാരണം കയ്യിലെടുത്തതേ ഉള്ളൂ. പിന്നെ വൈകിട്ട് ഞങ്ങൾ കുത്തിയോട്ടം കാണാൻ പോയി ഗൈസ്. രേവതിയായിരുന്നു അന്ന് രാത്രി. എന്താണ് അത്ര എക്സൈറ്റഡ് എന്ന് വെച്ചെങ്കിൽ ഞങ്ങൾ ലൈവായിട്ട് കുത്തിയോട്ടം കണ്ടിട്ടില്ല. അപ്പോൾ ഇതായിരുന്നു ഒരു ഫസ്റ്റ് ടൈം കുത്തിയോട്ടമൊക്കെ ഇങ്ങനെ ലൈവായിട്ട് കാണുന്നത്. അപ്പോൾ നല്ല രസമുണ്ടായിരുന്നു. പിന്നെ പടക്കവും ഒക്കെ പൊട്ടുന്നുണ്ടായിരുന്നു. പക്ഷേ എനിക്കൊന്നും എടുക്കാൻ പറ്റിയില്ല. എന്താണെന്ന് വെച്ചെങ്കിൽ ആ മരം നടക്ക് നിൽക്കുന്നത് കണ്ടോ, അത് കാരണം എന്നാലും ഞാൻ പറ്റുന്നതൊക്കെ പിടിച്ച് ഗൈസ്. പിന്നെ ഇത് അമ്മയുടെ കുതിരയായിരുന്നു. പിന്നെ ദേവി വരാൻ വേണ്ടി ഞങ്ങൾ വെയിറ്റ് ചെയ്തു. അങ്ങനെ ദേവി വന്നു, അതൊക്കെ കണ്ടു. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ ആദ്യം പോയത് ഗാനമേള നടക്കുന്ന സ്ഥലത്തായിരുന്നു ഗൈസ്. അവിടെ പോയതും ഗാനമേള തീരുമായിരുന്നു ഗൈസ്. അങ്ങനെ ഞങ്ങൾ പിന്നെയും വീട്ടിലോട്ട് പോകാൻ പ്ലാൻ ഇട്ടു. അപ്പോൾ അത്രേ ഉള്ളൂ ഗൈസ് ഇന്നത്തെ വ്ളോഗ്.